ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഷോർട്ട് വീഡിയോ തന്നെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷെ എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ കൂടിയുള്ള കുറച്ച് വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടും അതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളുടെ കുറച്ച് വിശേഷങ്ങളുമാണ് ഈ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഷോപ്പിംഗ്, പിന്നെ ചെറിയൊരു ഫുഡ് അടി, അതൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. വീട്ടിൽ കുടിയലിൻ്റെ അന്ന് സെപ്പറേറ്റ് ആയിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എടുത്ത് കുറച്ച് ക്ലിപ്സൊക്കെ കൂട്ടി ചേർത്തിട്ട് ഒരു ലോങ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവസ്ഥയാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പുള്ള അവസ്ഥയിൽ മൊത്തം എല്ലാം പാക്ക് ചെയ്ത് ചാക്കിലും ബോക്സിലും ആക്കി, അധികം നമ്മൾ ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്തതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു, എല്ലാം ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കട്ടിയിലൊക്കെ അഴിച്ചുകൊണ്ട് പോയി, എല്ലാം കൊണ്ടുപോയി പുതിയ വീട്ടിലോട്ടേക്ക് മാറാൻ റെഡിയായ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. കുടിയിൽ വെള്ളിയാഴ്ചയാണെങ്കിലും പരിപാടി ഉണ്ടായത്, റിസപ്ഷൻ ഉണ്ടായത് ഞായറാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചത്തെ ക്ലിപ്പാണ് ഇത് കാണുന്നത്. കാരണം അവിടെ നിന്നുള്ള എല്ലാ സാധനവും കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി ഫ്ലാറ്റ് മൊത്തം കാലിയാക്കി കൊടുത്തു. പിന്നെ അവിടെ ഇപ്പോൾ ഒരു ഷെൽഫ്, പിന്നെ വലിയ 2 സാധനം മാത്രമേ ഉള്ളൂ, സോഫയും ഷെൽഫും അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ വീടിൻ്റെ പണി മൊത്തമൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൂടി. കാരണം ഇതിങ്ങനെ ഒരുപാട് നാളിങ്ങനെ ഡിലേ ആയിക്കൊണ്ട് പോവുകയെന്നല്ലാതെ ഒരു ഡേറ്റ് നമുക്ക് സെറ്റായി വരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് കയറുന്ന വെച്ചിട്ടാണ് നമ്മൾ കയറിയത്. അതിൻ്റേതായ കുറേ മിസ്റ്റേക്സൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ച് കൂടിയിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് പോയത്. ഒരുപാട് കുറേ പേര് വീട് കാണാനൊക്കെ വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഈ മഴക്കാലമല്ല, അപ്പോൾ അവിടെ ഇടാൻ മാറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് അത് മേടിച്ചു. നിലത്തിടാൻ കാർപ്പറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ചിട്ടില്ല ആ സമയത്ത്. അതൊക്കെ പോയിട്ട് ഇപ്പോഴാണ് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി മേടിച്ചു. പിന്നെ ബാത്റൂമിൻ്റെ അവിടെ നമ്മൾ ഒരു സാധനം ഇടുമല്ലോ, അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തു. ഇതൊക്കെ മേടിക്കാൻ നമ്മൾ കണ്ണൂർ സൂര്യയിലോട്ടാട്ടോ പോയത്. അവിടെ ആകുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ വേറെ കടയിൽ നമ്മൾ പോയിരുന്നെങ്കിൽ ഇതേ സാധനം ഇതിൻ്റെ 2 ഇരട്ടി വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം ഡ്രസ്സ് എടുക്കാനൊക്കെ അധികം സൂര്യയിലോട്ട് തന്നെയാണ് പോവാറ്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നിക്ഷാനിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാമായിരുന്നു. നമ്മൾ കുടിയേൽ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറേ സാധനം മേടിക്കാണ്ടായിരുന്നു. ഈ ഓവൻ, പിന്നെ എയർ ഫ്രയർ, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പത്തിരി ചുടുന്ന ചട്ടി, പിന്നെ ഈ തുണിയൊക്കെ അയലത്തിടില്ല അതുപോലത്തെ ഒരു റാക്ക്, അതൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിരുന്നു നമ്മൾ നേരെ നിക്ഷാനിലോട്ട് പോയത്. ഈ എയർ ഫ്രയർ എന്ന് പറയുന്നതല്ലേ, ഞാൻ റസിനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ഒന്ന് മേടിക്കണം. അപ്പോൾ അവളൊക്കെ പറഞ്ഞ് കുടിയിലാവട്ടെ, പുതിയ വീട്ടിലോട്ട് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തുകയായിരുന്നു. എന്നിട്ടും ഞാൻ മേടിക്കാതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത് കുടിയിലിന് വാങ്ങിത്തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അവരെ പോയിട്ട് മേടിച്ചു. പക്ഷെ മേടിച്ചിട്ടിപ്പോൾ 2-3 ദിവസങ്ങളായി, ഇതുവരെ അത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് എന്തെങ്കിലും ഉണ്ടാക്കണം. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തിട്ട് തന്നെ വരാം. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നല്ലൊരു എയർ ഫ്രയർ തന്നെ മേടിച്ചിട്ടാണ്, ഫിലിപ്സിൻ്റെ. അതിൻ്റെ കുറേ പേരുടെ ഞാൻ കണ്ടത് ഈ ഫിലിപ്സിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് ഫിലിപ്സിൻ്റെ തന്നെ നോക്കിയെടുത്തു. അവരതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അത് ഫങ്ഷൻസൊക്കെ നല്ലോണം പറഞ്ഞു ഒക്കെ തന്നു. വേറെ കുറേ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കുറച്ചുകൂടി ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ഫിലിപ്സി ആയിരുന്നു. പിന്നെ വേറെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. റൈസ് കുക്കർ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സംഭവമില്ല, കാണുമ്പോഴൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് യൂസ് ചെയ്യാനൊക്കെ. ഇവർ പറഞ്ഞു തരും ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നന്നായിട്ട് പറഞ്ഞായിരുന്നു. നല്ലൊരു പിന്നെ യൂട്യൂബിലും ഇഷ്ടംപോലെ കുറേ വീഡിയോസ് ഉണ്ട് ഈ ബ്രാൻഡിൻ്റെ തന്നെ. ഇതേ എയർ ഫ്രയറുടെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കി ചെയ്യാൻ ഒരിക്കൽ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും വെച്ചില്ല. പക്ഷെ എന്തോ എനിക്ക് ആ സമയത്തൊരു പേടിയായിരുന്നു. ശരി, അതൊരു തിരക്കിട്ട സമയമായിരുന്നു ഞാനിത് നോക്കിയത്. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, എന്തിനാ അവിടുത്തെ തിരക്കാക്കുന്നതെന്ന് വെച്ചിട്ട് അത്ര വലിയ കാര്യമാക്കിയില്ല. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതിൽ ചെയ്യാവുന്ന റെസിപ്പി ആയിട്ട് ഞാൻ എന്തായാലും വരും. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചെയ്തില്ല. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നാളെ ഷൂട്ട് ചെയ്തിട്ട്
അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ പോലെയാണ് ചെയ്യാൻ. എന്തായാലും നോക്കാം. അതെടുത്തതിന് ശേഷം ഷെർലാൻക്ക് ഒരു വാട്ടർ ബോട്ടിൽ ആവശ്യമുണ്ടായിരുന്നു. അവനക്ക് ആദ്യം വാങ്ങിയ വാട്ടർ ബോട്ടിലില്ലേ ഇച്ചിരി വലുതായിപ്പോയി. അവൻ്റെ കിറ്റിൽ അത് പിടിക്കുന്നില്ല. എന്നിട്ട് കുറച്ച് ചെറുത് മേടിച്ചു. അതിൻ്റെ ഇപ്പോൾ ക്യാപ്പിൻ്റെ അടുത്ത് പൊട്ടൽ വന്നു. ഇനി വീണ്ടും പുതിയതൊന്നും മേടിക്കാൻ വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു സ്നാക്ക് ബോക്സും കൂടി മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയത്. ഇത് പിന്നെ സിറ്റ് ഔട്ടിൽ ഇടാനാണ് വരാന്തയിൽ ഇടാൻ വേണ്ടിയിട്ട് അത് മേടിച്ചത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ സംഭവം ശരിക്കും എന്താണെന്നറിയാം, നമ്മൾ റിക്ഷാന്ന് സാധനം പകുതിയിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ പകുതിയിൽ നിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചതാണ്. കാരണം നമുക്ക് അത്രക്കും വിശന്നു. സഭയൊക്കെ വയറിൽ കൈവച്ചിട്ട് ആന്നൊക്കെ തുടങ്ങി. എന്നിട്ട് നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഷവർമ കഴിച്ചു. പിന്നെ സേബൊക്കെ തൊട്ടടുത്ത ഒരു ടേബിളിൽ ഒരു കൊച്ച് ഫലൂദ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്ക് അതും വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ച് കൊടുത്തു. അവൾക്ക് അങ്ങനെയാണ്, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്തെന്നൊന്നുമില്ല. ആരെന്ത് ചെയ്യുന്നു അത് അവൾക്ക് വേണം, അവൾ ആരെന്ത് ചെയ്യുന്നു അത് അവൾക്ക് കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഗേറ്റൊന്നും സെറ്റായില്ല കേട്ടോ. ഗേറ്റൊന്നും വെച്ചില്ല. ഗേറ്റ് വെക്കാൻ അവർ ഇച്ചിരി ഡിലേ ആയി. അപ്പോൾ വീട്ടിൽ കൂടി പിന്നെ അടുത്തോണ്ട് വന്ന് പിന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തന്നെ വെച്ചാൽ മതിയെന്ന്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ വെക്കാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വെൽഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പന്തലിൻ്റെ സാധനങ്ങൾ, ഒരുപാട് കസേര, അവരുടെ ബൾബ്, തുണികൾ, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ വന്ന് പരിപാടി കഴിഞ്ഞ ശേഷം എല്ലാം തിരിച്ചു കൊണ്ടുപോകുവാണ്. പിന്നെ പന്തലിൻ്റെ ഒന്നും വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതോടെ അതിപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ചെയ്തു. ഞാൻ എടുക്കാനായിരുന്നു. പക്ഷെ ആ സമയത്തില്ലേ ഒന്നിനും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാനൊരു മൂഡ് പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പോലും സമയമില്ല. കുറേ ഗസ്റ്റ് വരുന്നു, നമ്മൾ അവരെ സ്വീകരിച്ചിട്ട് അതൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഫ്യൂച്ചറിൽ ഞാൻ വേറെ കുറേ വീടിനെ കുറച്ച് വിശേഷങ്ങളായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അവിടുത്തെ വരേക്കും ടാറ്റ ബൈ ബൈ.